കോഴിക്കോട് പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരായ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. സംഘർഷ സ്ഥലത്ത് പൊട്ടിയ സ്ഫോടക വസ്തു പോലീസ് എറിഞ്ഞതാണ് എന്ന് അവകാശപ്പെടുന്ന ദൃശ്യങ്ങളാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പുറത്തുവിട്ടത്. പോലീസിന്റെ ഏകപക്ഷീയമായ നടപടിയിൽ പ്രതിഷേധിച്ച് പേരാമ്പ്ര DYSP ഓഫീസിന് മുൻപിൽ UDF സത്യാഗ്രഹ സമരവും നടത്തി. ഞങ്ങളിത് ഓരോ വിഷ്വൽസ് പുറത്തുവിടുകയാണ് യഥാർത്ഥ സംഭവത്തിൻ്റെ. ഇപ്പം ഞങ്ങൾ 6 വിഷ്വൽസാണ് പുറത്തുവിടുന്നത്. പിന്നീട് വീണ്ടും വിടാം. ഒന്ന്, ടിയർ ഗ്യാസും സ്റ്റണ്ട് ഗ്രനേഡും പോലീസ് എറിയുന്നതും ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുന്നതും. ആദ്യത്തെ ദൃശ്യത്തിൽ കാണാം പോലീസിൻ്റെ ഗ്രനേഡ് എറിഞ്ഞ പോലീസ് നിൽക്കുന്ന ഭാഗത്തുനിന്നും സ്ഫോടക വസ്തു വരുന്നതും പൊട്ടിത്തെറിക്കുന്നതും. ഈ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാവും പോലീസിൻ്റെ ഭാഗത്താണ് സ്ഫോടക വസ്തു എറിഞ്ഞെന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. പേരാമ്പ്രയിൽ ഒക്ടോബർ 10-നുണ്ടായ സംഘർഷത്തിനിടെ UDF പ്രവർത്തകരിൽ ഒരാൾ പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന പേരിൽ കേസെടുത്തിരുന്നു. അത്തരത്തിലുള്ള ഒരു ദൃശ്യം പോലീസ് പുറത്തുവിടുകയും ചെയ്തു. എന്നാൽ പോലീസ് പുറത്തുവിട്ട ദൃശ്യത്തിലുള്ള വസ്തു എറിഞ്ഞിരിക്കുന്നത് പോലീസ് സേന അണിനിരന്ന ഭാഗത്താണെന്ന് അവകാശപ്പെടുന്ന ദൃശ്യങ്ങളാണ് കോൺഗ്രസ് ഇന്ന് പുറത്തുവിട്ടത്. CPIM-കാർ ആയുധങ്ങളുമായി നിൽക്കുന്നുണ്ടെന്ന് പേരാമ്പ്ര DYSP സുനിൽകുമാർ മുന്നറിയിപ്പ് നൽകിയ ഭാഗത്തു നിന്നാണ് സ്ഫോടക വസ്തു വന്നതെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ആരോപിച്ചു. അന്ന് സംഘർഷത്തിന് അന്തരീക്ഷം നിൽക്കുമ്പോൾ പ്രകടനത്തിൽ കുറച്ച് മുന്നോട്ട് പോകണം എന്നൊരു റിക്വസ്റ്റ് ആദ്യം പേരാമ്പ്ര DYSP സുനിൽ മുരുക്കുന്ന ഞാനാണ്. എന്നോട് അദ്ദേഹം പറയുന്നത് 50ഓളം CPM പ്രവർത്തകർ ആയുധങ്ങളുമായി തൊട്ടപ്പുറം നിൽക്കുന്നുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് പരിക്കേൽക്കും, സംഘർഷയുടെ കലാപമുണ്ടാവും, അങ്ങോട്ട് പോരുന്നതാണ്. ഇത് തന്നെ ബഹുമാനയുടെ MP ഷാഫി പറമ്പിൽ സംസാരിച്ചപ്പോഴും ശ്രീ സുനിൽ പറഞ്ഞു. അതേ ഭാഗത്തു നിന്നാണ് DYSP ചൂണ്ടിക്കാണിച്ച പോലീസ് നിൽക്കുന്ന CPM-കാർ ആയുധങ്ങളുമായി നിൽക്കുന്നു പറഞ്ഞ ഭാഗത്ത് പോലീസ് എന്ന ഭാഗത്തു നിന്നാണ് ഈ സ്ഫോടക വസ്തു വന്നത്. സംഭവത്തിൽ UDF പ്രവർത്തകർക്കെതിരെ മാത്രം ഏകപക്ഷീയമായി നടപടി സ്വീകരിക്കുന്നു എന്നാരോപിച്ച് പോലീസിനെതിരെ UDF പേരാമ്പ്ര DYSP ഓഫീസിന് മുൻപിൽ സത്യാഗ്രഹ സമരം നടത്തി. KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായതോടെ പോലീസ് സേനയിൽ ക്രിമിനൽ കൂട്ടങ്ങൾ വർദ്ധിച്ചുവെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി. ഒരു ക്രിമിനൽ കൂട്ടങ്ങളാണ് ഇന്ന് പോലീസിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. അവരൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിൻബലത്തോടു കൂടിയാണ് ഏറെക്കുറെ പറമ്പാതിലൂടെ നിങ്ങൾ കൊണ്ടുവന്നിട്ട ആളുകളാണ് ഇന്ന് ഈ ക്രിമിനൽ പ്രവർത്തന മുഖത്തിന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പോലീസ് സേനയുടെ തകർച്ചയ്ക്ക് ആരാണ് ഉത്തരവാദി? മിസ്റ്റർ പിണറായി വിജയൻ, താങ്കൾ തന്നെയാണ് ഈ പോലീസിന്റെ ഇന്നത്തെ തകർച്ചയ്ക്ക് ഉത്തരവാദി എന്ന എല്ലാ ഉത്തരവാദിത്വവും സൂക്ഷിച്ചുകൊണ്ട് ഞാൻ എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പേരാമ്പ്ര സംഭവത്തിൽ പോലീസാണ് ആദ്യം പ്രകോപനം സൃഷ്ടിച്ചതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഈ വിഷയം ഉന്നയിച്ച് വരും ദിവസങ്ങളിലും രാഷ്ട്രീയ പോരാട്ടം തുടരാൻ തന്നെയാണ് UDF-ന്റെ തീരുമാനം. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.